ഇന്ന് മുസ്ലിം സമുദായം വല്ലാത്ത പേരുദോഷം കേൾക്കുന്ന ഒരു കാലമാണ്. അപവാദങ്ങളും പരിഹാസങ്ങളും തീവ്രവാദി എന്ന് ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അറിവുള്ളവരാകണം. ഈ അടുത്തു നടന്ന സംഭവം പടച്ചവനെ ഫലതാ നമ്മുടെ രാജ്യത്തല്ലേ ജമ്മു കാശ്മീരിലാണ് പടച്ചവനെ ഒരു സഹോദര 27 പേരെ വെടിവെച്ചു കൊന്ന വാർത്ത വായിച്ചവരാണ്. നമ്മുടെ നാടിനെ വല്ലാതെ ഭയപ്പെടുത്തിയ വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു 27 പേരെ വെടിവെച്ചു കൊന്ന വാർത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഈ മുസ്ലിം സമുദായം വല്ലാത്ത പേരുദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുസ്ലിമീങ്ങൾ മുഴുവനും മോശമായി മുദ്രകുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ മുസ്ലിം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, മുസ്ലിം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നാളില്ലടോ. അതാ പടച്ചവനെ, കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയല്ലോ. ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പൊന്നാര മകളാണ് മുസ്ലിമീങ്ങൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ സഹോദരിയല്ലേ പത്രക്കാരോട് പറയുന്നത്, പടച്ചവനെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ സ്വന്തം അച്ഛന് വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മകളാണ് പറയുന്നത്, എനിക്കവിടെ ചെന്നപ്പോൾ 2 കൂടപ്പറപ്പുകളെയാണ് കിട്ടിയത്, എനിക്ക് 2 സഹോദരങ്ങളെയാണ് കിട്ടിയത്. ഇത് പറയുന്നത് മുസ്ലിമല്ല. ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മകള് പറയുകയാ, ഷമീറും മുസാഫിർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകള് ആ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ പടച്ചവനെ പലരും പറയുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് മുസ്ലിമീങ്ങളാണ്, ആ ജമ്മു കാശ്മീരിലെ മുസ്ലിമീങ്ങളാണ് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പരിശ്രമിച്ചത്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിലൂടെ അപകടങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, സ്വന്തം ജീവിതം പോലും നോക്കാതെ ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി പടച്ചവനെ പാപങ്ങളെ രക്ഷപ്പെടുത്താൻ സ്വന്തമായി ഷഹീദായ ചെറുപ്പക്കാരന്റെ പേരും മുസ്ലിമിന്റെ പേരായിരുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ എല്ലാവരും മറന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എങ്കിലും നീ മനസ്സിലാക്കേണ്ട കാര്യമെന്താ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? എടോ, കൊലതാ തീവ്രവാദിക്കും മതമില്ലടോ, കൊലപാതകം ചെയ്യുന്നവന് മതമില്ലടോ. അവന്റെ മതമെന്ന് പറയുന്നത് അക്രമമാണ്. അവൻ അതിനു വേണ്ടി ജീവിക്കുന്നവനാണ്. അത് ഏത് പേര് കൊണ്ടൊരിക്കലും അവൻ ഒരു മതത്തിലേക്ക് ചേരുന്നവനല്ല. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ ഒരു മനുഷ്യനെ കൊല്ലുന്നത് വല്ലാത്ത പാപമാ. അത് സാധാരണ പാപമല്ല. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൊലപാതകം ചെയ്യൽ ലോകത്തുള്ള സർവ്വരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയുവോ? ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പടച്ചവൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി ആ വഴിയിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണമെന്നാണ്. ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത മുസ്ലിമില്ലടോ. പടച്ചവരെ, അവന് ജീവിക്കുന്നത് തന്നെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിൽ പോകാനാ. നബി തങ്ങൾ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് പ്രയാസകരമായി വഴിയിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവൻ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, വഴിയിലൂടെ നടന്നു പോകുന്നവന് പോലും ഉപദ്രവമുണ്ടാക്കുന്ന ഒരു വസ്തു എടുത്ത് മാറ്റിയാൽ അവന് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. ഒരു പടി കൂടെ ഞാനും നിങ്ങളും ഒന്ന് കടന്നു ചിന്തിച്ചാൽ നബി തങ്ങൾ പറയുന്നു, നിന്റെ വീട് നീ ഉയർത്തി കെട്ടാൻ പാടില്ല, നിന്റെ വീട് നീ ഉയർത്തി പണിയാൻ പാടില്ല. നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചവും വെളിച്ചവും കാറ്റും പോകുന്നതിന് തടസ്സമാകുമെങ്കിൽ നിന്റെ പൈസ കൊടുത്തിട്ട് നിന്റെ പറമ്പില് നീ 2 നില വീട് വെച്ചാ നിന്റെ അയൽവാസി മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവന്റെ വീട്ടിലേക്ക് പോകുന്ന കാറ്റും വെളിച്ചവും തടയുന്ന രീതിയിൽ നീ നിന്റെ വീട് പോലും ഉയർത്തി കെട്ടാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പരിശുദ്ധമായ ദീനിന്റെ നിലപാടിതാണ്, പരിശുദ്ധമായ ദീനിന്റെ നിലപാടിതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദീനിനെ കുറിച്ച് പഠിക്കടോ, ദീനിനെ കുറിച്ച് പഠിക്കടോ, എന്നിട്ട് ദീനിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കടോ. ഒരു മുസ്ലിമിന്റെ ജീവിതമാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങളും അക്രമങ്ങളുമായി പരിശുദ്ധമായ ദീനിന് യാതൊരു ബന്ധവുമില്ലടോ. ഒരിക്കലും വാളുകൊണ്ട് വളർന്ന മതമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന്. ഒരിക്കലും ഭീഷണിപ്പെടുത്തി വളർന്നതല്ല. അത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. പഠിക്കണം ചെറുപ്പക്കാരാ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം മുസ്ലിമേ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പടച്ചവനെ യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവേ മുസ്ലിമീങ്ങളെ വല്ലാത്ത വെറുപ്പാണ്, മുസ്ലിമീങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. മുത്തുനബിയെ കൊല്ലാൻ നോക്കിയവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല സമയത്തും അവിടെ നിന്ന് വധിക്കുന്നതിന് വേണ്ടി പോയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. സുമാമയ്ക്ക് നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തതിന്റെ ദേശത്തില് ഒരുപാട് സ്വഹാബത്തിനെ കൊന്നു. മുസ്ലിമീങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അവന്റെ ശർറ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ. നബി തങ്ങൾ പറഞ്ഞ മനുഷ്യനാണ് സുമാമ. ആ സുമാമയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണമടോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, മദീനയിലൂടെ പാതിരാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ സമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. സംശയകരമായ അവസ്ഥയില് ഒരു മനുഷ്യനെ പാതിരാത്രി കാണുകയാണ്. പടച്ചവനെ അവനെ അതാ സ്വഹാബത്ത് പിടിക്കുകയാണ്. അവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ? അവന്റെ കാര്യങ്ങൾ മുഴുവനും സംശയമാണ്. സ്വഹാബത്ത് ചിന്തിച്ചു, പടച്ചവനെ നബി തങ്ങൾ വരട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് തീരുമാനിക്കട്ടെ. കൊണ്ടുപോയി മസ്ജിദുൻ നബവിയുടെ തൂണിൽ ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹി നമസ്കാരത്തിന് കടന്നു വരികയാ. മുത്തുനബി വന്ന് നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ രാത്രി അസമയത്തൊരു മനുഷ്യനെ കെട്ടി നബിയേ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ, അങ്ങ് വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. നബി തങ്ങൾ കടന്നു ചെന്നു. ആരാണ് മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് കാണാ. അല്ലാഹുവിന്റെ പ്രവാചകം ചെന്ന് നോക്കുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? ആരെയാണ് കെട്ടിക്കിട്ടിരിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ സഹാബാ? നിങ്ങൾ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ സ്വഹാബ? ഇല്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തേ, ഇവനാണ് സുമാമ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇവനാണ് സുമാമ. സ്വഹാബത്തിന്റെ കൈകാലുകൾ പടച്ചവന്. അവര് ചാടി എഴുന്നേക്കുകയാണ്. ഓരോരുത്തരും കൊതിച്ചുപോയി, എന്നോട് ഇവനെ കൊല്ലാ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ എനിക്ക് അനുവാദം തന്നിരുന്നെങ്കിൽ എന്നോരോ സ്വഹാബിയും കൊതിച്ചു പോവുകയാണ്. ഒരുപാട് പേരെ കൊന്ന, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാ പരിശ്രമിച്ച, ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെ മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ട അവസ്ഥയിൽ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി അറിയുമോ പെങ്ങള്? സ്വഹാബ, ഒരാള് പോലും തൊട്ടു പോകല്ലേ സഹാബ. സുമാമയെ ഒരാള് പോലും തൊട്ടുപോകാൻ പാടില്ല, ഒരാളും ഉപദ്രവിക്കരുത് സുമാമയെ. എന്നിട്ട് നബി തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, സുമാമയ്ക്ക് കഴിക്കാൻ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബ. നിങ്ങൾ ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബ. ഒരുപാട് പേരെ കൊന്നു കളഞ്ഞവന് ഭക്ഷണം കൊടുക്കാൻ, പാല് കൊടുക്കാൻ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. സ്വഹാബത്തിന് ദഹിച്ചില്ലടോ. എന്നാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണല്ലോ, അവരവരുടെ വീടുകളിൽ ചെന്ന് ഭാര്യമാരെ കൊണ്ട് ഭക്ഷണമുണ്ടാക്കി ആടിന്റെ പാല് കറന്നു കൊണ്ടുവന്ന് സുമാമയ്ക്ക് കൊടുക്കുകയാണ്. നബി തങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സുമാമയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി, മുഹമ്മദ് എനിക്ക് സുഖമാണ്. നീ എന്നെ വെറുതെ വിട്ടാൽ നിനക്കൊന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാ മുഹമ്മദ്. എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് വേണ്ട സമ്പത്ത് ഞാൻ തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടിയാണ്. നബി തങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. പടച്ചവനെ രണ്ടാമത്തെ ദിവസം ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ തന്നെ ചോദിച്ചു, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി ആദ്യ ദിവസം പറഞ്ഞതുപോലെയാണ്. നബി തങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ്. മൂന്നാമത്തെ ദിവസവും നബി തങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, സുമാമ നിനക്ക് സുഖമാണോ? എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ സുമാമ പറയുന്നു, മുഹമ്മദേ എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഒരാള് പോലും ചോദിക്കില്ല. ഇത് നിന്റെ നാടാണ്, നിന്റെ ആൾക്കാരാണ്. എന്നാൽ എന്നെ നീ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ സമ്പത്ത് തരാ മുഹമ്മദേ. മൂന്നാമത്തെ ദിവസവും സുമാമയുടെ മറുപടി ഇതാ. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അടിച്ചുവിട് സഹാബ, അടിച്ചുവിട്ടേക്ക് സ്വഹാബ. സുമാമയെ അടിച്ചുവിടുകയാണ്. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്ക്. സുമാമ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. സുമാമ തന്റെ വാഹനതാ സഞ്ചരിക്കുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോ സുമാമ കൈകാലുകൾ കഴുകുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാ. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മടങ്ങി വരികയാ. മസ്ജിദ് നബവിയിലേക്ക് സുമാമ മടങ്ങി വരികയാ. സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്ക്. സുമാമ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് അവിടെ നിന്ന് കടന്നു വരുമ്പോ സുമാമ നബി തങ്ങളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എനിക്ക് അങ്ങയുടെ മുഖത്തോട് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തില് ഞാൻ
ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാ. മദീനയോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാണ് നബിയേ. മുസ്ലിമാകാനുള്ള കാരണം എന്തെന്നറിയുമോ? വഅദ് കേട്ടിട്ടല്ല പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതമുണ്ടല്ലോ. എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു പെരുമാറ്റമാണ് നബിയേ. മുസ്ലിമീങ്ങൾക്ക് എന്തൊത്തൊരുമയാണ് നബിയേ. ഈ ദീനാണ് എനിക്ക് വേണ്ടത്. മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, പണ്ടൊരു കാലമുണ്ടായിരുന്നടോ, എന്റെ അയൽവാസി മുസ്ലിമാണെന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എനിക്കൊരു മുസ്ലിം കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയടോ. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങളോടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ സ്വഭാവം നന്നാകാത്തത് കൊണ്ടാണ്, നമ്മളുടെ പെരുമാറ്റം മോശമായത് കൊണ്ടാണ്. എന്നാൽ ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. യാത്ര പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളുമില്ലടോ. പടച്ചവനെ, നമ്മൾ എപ്പോ സമയം കിട്ടിയാലും യാത്ര പോകുന്നവരാ. എന്നാൽ നമ്മുടെ വീട്ടിൽ പടച്ചവനെ പെരുന്നാള് വരുന്നു, വലിയ പെരുന്നാള് കടന്നു വരുമ്പോ കുടുംബസമേതം എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് നമുക്ക് മൂന്നാറ് പോകാം. ഉടനെ നമ്മൾ പറയും അവിടെ പോയതാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. എന്നാ ഊട്ടിയിൽ പോകാം, അവിടെ പോയതാ കൊടൈക്കനാലിൽ പോയാ. ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ എവിടെ പോകാൻ പറയുമ്പോ നമ്മൾ പറയും വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം പോയാൽ പടച്ചവനെ ഒരാളും പറയാറില്ല അവിടെ പോയതാ പിന്നെ പോകാമെന്ന് പറയാറില്ല. ഈമാനുള്ള ഒരു മനുഷ്യന് കഅബാലയത്തിലേക്ക് ചെല്ലാൻ അവൻ ആഗ്രഹിക്കുകയാ. എത്ര കണ്ടാലും കൊതി വരുന്നില്ല, എത്ര കണ്ടാലും മതി വരുന്നില്ല. പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്, പിന്നെയും പിന്നെയും പോകാൻ ആഗ്രഹമാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ ഓരോ തവാഫ് തീരുമ്പോഴും കണ്ണ് നിറയുകയാണ്. 7ാമത്തെ തവാഫ് അവസാനിച്ചിട്ട് ആ കഅബയുടെ മുറ്റത്ത് നിന്ന് തിരിച്ചു മടങ്ങുമ്പോ ഏതൊരു മനുഷ്യനും അല്ലാഹുവോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടോ. ആ കഅബാലയത്തിനോട് സലാം പറയുമ്പോ കണ്ണ് നിറയും സഹോദരാ, അറിയാതെ കരഞ്ഞു പോകും സഹോദരാ, അവന്റെ ഹൃദയം പിടച്ചു പോകുന്ന സമയമാണ്. ആ കഅബാലയത്തോട് തിരിഞ്ഞു നിന്നിട്ട് എത്ര പ്രാവശ്യം പോയ മനുഷ്യനാണെങ്കിലും അവൻ അല്ലാഹുവോട് പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇത് അവസാന യാത്രയാക്കല്ലേ അല്ലാ, എനിക്കിനിയും കാണണമല്ലാ, ഇനിയും വരണമല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടാണ് കഅബയുടെ മുമ്പിൽ നിന്ന് പിരിയുന്നത്. മതി വരുന്നില്ലടോ, ഒന്നുമില്ല, ഒരു കറുത്ത കില്ല കൊണ്ട് പിടിതിരിക്കുന്ന കഅബാലയം എത്ര കണ്ടാലും മതി വരാതെ പിന്നെയും പിന്നെയും കാണുകയാണ്, പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് തൊടാനൊന്ന് ചുംബിക്കാനൊന്ന് പിടിക്കാന് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലോ. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാണ്. നബി തങ്ങളെ കണ്ട ജീവിതത്തിൽ കണ്ടവന് പിന്നെ ഒരിക്കലും നബി തങ്ങളെ മറക്കാറില്ല. കണ്ട കൊതി തീരുന്നില്ല, സംസാരിച്ച കൊതി തീരുന്നില്ല. പടച്ചവനെ, നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും കാണണം, നബി തങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കണം, നബി തങ്ങളുടെ കൂടെ നടന്നവർക്ക് പിന്നെയും നടക്കണം. പടച്ചവനെ, നബി തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ
കാണാൻ ആഗ്രഹിക്കുകയാ, സംസാരം കേൾക്കാൻ കൊതിക്കുകയാ, ആ കയ്യിലൊന്ന് പിടിക്കാൻ ആഗ്രഹിക്കുകയാ, അവിടെ നിന്ന് വീടുന്ന മുത്തുമണികൾ കേൾക്കാൻ കൊതിക്കുകയാ. പടച്ചവനെ മടുപ്പ് വരുന്നില്ല. അതാണ് സൗബാൻ എന്ന് പറയുന്ന സ്വഹാബികളുടെ ചരിത്രം പറയുന്നത്. ചെറുപ്പക്കാരനായ സൗബാൻ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സൗബാനേ നിനക്ക് എന്തു പറ്റിയ സൗബാൻ? ശരീരം മുഴുവനും ക്ഷീണിച്ച് എല്ലും തോലുമായി വല്ലാത്തൊരവസ്ഥയിൽ കണ്ട ചെറുപ്പക്കാരനോട് നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി? നിനക്ക് വല്ല മാരക രോഗവുമുണ്ടോ സൗബാൻ? നീ എല്ലും തോലുമായിരിക്കുന്നല്ലോ. നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എനിക്ക് രോഗമൊന്നുമില്ല നബിയേ. പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയി പോയത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്ന ടെൻഷനാണ് നബിയേ, സമാധാനമില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. എന്താണ് അതിന്റെ കാരണമെന്ന് മുത്തി നബി എവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ, അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, സമാധാനമാണ് നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്ന വല്ലാത്ത ടെൻഷനാണ് നബിയേ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കുറങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് കാണാതെ വരുമ്പോ വല്ലാതെ തകർന്നു പോകുന്ന നബിയേ. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണമതാടോ. നബി തങ്ങളുമായി അടുത്തവർ പിന്നെയും പിന്നെയും അടുക്കുകയാണ്. ഇങ്ങനെ വേണം മുസ്ലിമിന്റെ സ്വഭാവമാകാൻ. നിന്നോട് സംസാരിച്ചാൽ ഈമാനുള്ള ഒരു യഥാർത്ഥ സത്യവിശ്വാസിയോട് ഒരു മനുഷ്യൻ സംസാരിച്ചാ കൊതി തീരുന്നില്ല, പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുകയാണ്, വഅദ് കേൾക്കാൻ തോന്നുകയാണ്, പടച്ചവനെ യാത്ര ചെയ്യാൻ തോന്നുകയാണ്, പടച്ചവനെ ഒരുമിച്ച് സഞ്ചരിക്കാൻ തോന്നുകയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം? ഒരു മുസ്ലിമായി ജീവിച്ച അവന്റെ ജീവിതം കണ്ടിട്ട് ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുമടോ. പക്ഷേ എന്തു പറയാനാ, ഇന്നത്തെ മുസ്ലിമിന്റെ ജീവിതം മതപതനത്തിന്റെ അടിത്തട്ടിലാണ്. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എങ്ങോട്ടാണ് ഈ സമുദായം പോകുന്നതെന്ന് ഒരാൾക്ക് പോലും തിരിയുന്നില്ലടോ. അതാ അടിച്ചുവിട്ട പട്ടം പോലെ ഇന്ന് ഈ സമുദായത്തിന്റെ യുവതലമുറ പറക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയില്ല, ഇവരാരാണ് നന്നാക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്ന യുവത്വമേ, ഇന്ന് കഥാ മയക്കുമരുന്നിന്റെ ഭാഗത്താണ് ഒരു വിഭാഗം. ചിലര് രാഷ്ട്രീയപരമായി പോവുകയാണ്, മറ്റുള്ള ചില സംഗീതത്തിന്റെ നടുവിലാണ്. പടച്ചവനെ എന്താണ് ഈ ഉമ്മത്ത് ചെയ്യുന്നതെന്നറിയില്ല, ആരെയാണ് അവർ പിൻപറ്റുന്നതെന്നറിയില്ല. സിനിമാ ലോകങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം, സംഗീത ലോകത്തേക്ക് കടന്നു പോകുന്ന മറുവിഭാഗം, പടച്ചവനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായി കഴിയുന്ന ഒരു വിഭാഗം, ഗെയിം കളിയുമായി പോകുന്ന ഒരു വിഭാഗം, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി തേടി നടക്കുന്ന മറ്റൊരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവര്, ഈ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്ന മുസ്ലിമേ, ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. നിനക്ക് മാർഗദർശനമായല്ലേ അല്ലാഹു ഖുർആൻ ഇറക്കിയത്. ആ ഖുർആനിന് നിന്നോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. വഅദ് കേൾക്കാമെന്ന പെങ്ങള്, അല്ലാഹുവിന് ചിലത് പറയാനുണ്ട് മോള്. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്ന് ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അല്ലാഹുവിന് പറയാനുള്ളത് കേൾക്ക്, പഠിക്കുക ചെറുപ്പക്കാരാ. ആ പരിശുദ്ധമായ ഖുർആൻ, അതിന് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ആ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ തയ്യാറാ?
തയ്യാറാകണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചില ഉപദേശങ്ങൾ പറയാനുണ്ട്. അത് എന്താണെന്ന് കേട്ടാ പടച്ചവനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാ. അല്ലാഹുവേ ആ ഖുർആനിലേക്ക് മടങ്ങാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഖുർആൻ പറയുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ കിട്ടൂല നല്ല മരണം, വെറുതെ കിട്ടുന്ന കാര്യമല്ല. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളി, മനോഹരമായ ഒരു പള്ളി, 65-70 ലക്ഷം രൂപ ചെലവഴിച്ചു അല്ലാഹുവേ നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായ ഒരു പള്ളി പണിതല്ലോ. പള്ളിയൊക്കെ മനോഹരമായടോ, പക്ഷേ പള്ളിക്ക് വരുമാനമില്ല സഹോദരാ. ഉസ്താദന്മാരുടെ ശമ്പളം കൊടുക്കാൻ വേറെ വഴിയില്ല, കരണ്ട് ബില്ലടയ്ക്കാൻ വേറെ വഴിയില്ല. പടച്ചവനെ, വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ നിങ്ങളുടെ മഹല്ലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹുവിന് സമ്പത്തിന്റെ ആവശ്യമില്ലടോ. ആവശ്യക്കാരൻ നമ്മളാണ്, ആവശ്യക്കാരൻ നമ്മളാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ഉസ്താദേ, എത്ര അപകടങ്ങൾ കാണുന്നവരാ. എന്തിനാ അൻവരി ഇന്നും പറഞ്ഞു ഉസ്താദ്? അസ്റായിലെ കണ്ണിന്റെ മുമ്പിലൂടെ കടന്നു പോയതാണ്. 10-26 ദിവസം വെന്റിലേറ്ററിൽ കടന്ന മനുഷ്യനാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇതുപോലെ എത്ര വാർത്ത കേൾക്കുന്നവരാ. എടോ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമടോ. നിന്റെ പോക്കറ്റിന്റെ കത്തിരിക്കുന്ന കോടികളല്ല, നീ കൊടുക്കുന്ന ആ ഒരു ചെറിയ സദഖയുണ്ടല്ലോ, അത് അപകടങ്ങളെ തട്ടിമാറ്റുകയാ, വിപത്തുകളെ തട്ടിമാറ്റുകയാ. മാരകമായ രോഗങ്ങളുണ്ടല്ലോ അല്ലാ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ആണ്. പടച്ചവനെ, ഇന്നും ഞാൻ വഅദ് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു പാവപ്പെട്ട സഹോദരി, മക്കളില്ലാത്ത ഒരു സഹോദരി, പടച്ചവനെ ക്യാൻസർ ആയിരുന്നു. അല്ലാഹുവേ, മരണപ്പെട്ട വാർത്ത കേട്ടിട്ടാണ് വഅദിന് കയറിയത്. നാദാ, ചിരിച്ചും കളിച്ചുകൊണ്ടിരുന്ന പെങ്ങളുടെ മൂക്കിലൂടെ അല്പം ബ്ലഡ് വന്ന് പെങ്ങള് ഹോസ്പിറ്റലിലെത്താ സമയമെടുത്തില്ല. 50-60 വയസ്സുള്ളവളല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങള്, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തോ. പ്രതിഫലം എന്തെന്നറിയുമോ? രോഗങ്ങൾ കാരണം സങ്കടപ്പെടുന്നവരുണ്ടല്ലോ ഉസ്താദേ, വേദന സഹിക്കാൻ പറ്റുന്നില്ല, മരുന്നുകൾ കടിച്ചിട്ടും രോഗം മാറുന്നില്ല. മാറണോ പെങ്ങള്, മാറണോ വാപ്പാ? രോഗം മാറാനുള്ള ഒരു വഴി നബിതങ്ങൾ പറയുകയാ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും.